സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ 2008 IPL കിരീടം നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അതിനുശേഷം 2022 മാത്രമാണ് IPL കിരീട നേട്ടത്തിന് തൊട്ടടുത്ത് വരെ അവരെത്തിയത്. 2022 റണ്ണേഴ്സ് അപ്പ്, 2023 5ാം സ്ഥാനം, 2024 3ാം സ്ഥാനം, 2025 വരുമ്പോൾ അത് 8ാം സ്ഥാനത്തേക്കും പതിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ നായകനായ ശേഷം ടീമിന് പുത്തൻ ഊർജ്ജമൊക്കെ കൈവന്നതാണ്. എന്നാൽ മെഗാ താരലേലത്തിലെ അശ്രദ്ധ കൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ പ്രതാപകാലം അസ്തമിക്കുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. മൂർച്ചയേതുമില്ലാത്ത ബൗളിംഗ് നിരയെയും ഫിനിഷിംഗ് മികവില്ലാത്ത മധ്യനിര ബാറ്റർമാരെയും കൊണ്ട് IPL കിരീടം വെട്ടിപ്പിടിക്കാൻ രാജസ്ഥാൻ ഒരുങ്ങിയപ്പോഴേ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. RRന്റെ അസം സ്വദേശിയായ എക്സിക്യൂട്ടീവ് ചെയർമാൻ രഞ്ജിത്ത് ബർത്താക്കൂർ, മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്, താൽക്കാലിക നായകൻ റിയാൻ പരാഗ്, സഞ്ജു സാംസൺ എന്നിവരിലേക്കാണ് ആരാധകർ സംശയദൃഷ്ടിയോടെ ചൂണ്ടുവിരൽ ഉയർത്തുന്നത്. താരങ്ങളോട് അടുത്തിടപഴകുന്ന മുൻ പരിശീലകൻ സംഘക്കാരയ്ക്ക് പകരം ദ്രാവിഡിനെ കൊണ്ടുവന്നത് എന്തിനായിരുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഡഗ്ഔട്ടിൽ ദ്രാവിഡ് ഒറ്റയ്ക്കെടുക്കുന്ന പല തീരുമാനങ്ങളും ടീമിനെ തോൽപ്പിച്ചെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. നായകൻ സഞ്ജു സാംസണ് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൂടാരമായി രാജസ്ഥാൻ ക്യാമ്പ് മാറുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട്.